പ്രത്യാശയുടെയും ഐക്യത്തിന്റെയും ആത്മാവിനെയും ജ്വലിപ്പിക്കാനാണല്ലോ നാം ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയിലൂടെ നമുക്ക് ഇന്നത്തെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മമ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മമ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഈ വർഷത്തെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളിലേക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരു പുതുമയോട് കൂടി നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം തന്നെ ക്രിസ്മസ് ഗാനം ആലപിക്കുന്നതിനായി എല്ലാ അധ്യാപകരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ ഞാൻ പാർത്തിരുന്നു. രജപാലകർ ദേവനാഥം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ ഞാൻ പാർത്തിരുന്നു. രജപാലകർ ദേവനാഥം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊന്തിരുമേനി അവർ കാലിത്തോഴത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ.
മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാമാർത്തിരുന്നോ രഥമാലകൻ ദേവനാദം കേട്ടു ആമോദരാൽ വർണ്ണരാജികൾ ഇടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ രാജകുമാരിയോട് തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. ക്രിസ്മസിന്റെ അർത്ഥവും ആഴവും ഏതൊരു ക്രിസ്ത്യനെയും എന്നും അനുസ്മരിപ്പിക്കേണ്ടതാണ്. യേശുവിന്റെ ഈ ജനനവേളയിൽ നമുക്ക് സന്ദേശം നൽകാൻ നമ്മുടെ പ്രിയ വികാരിയച്ഛൻ ജോസഫ് മുണ്ടയ്ക്കൽ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ്, പ്രിയ അധ്യാപകരെ, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജിത്തിമാരെ, ക്രിസ്മസ് ആഘോഷത്തിനായിട്ട് നാം ഇന്നിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ക്രിസ്മസ് വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ക്രിസ്മസ് ആഘോഷിച്ചതിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ വലിയ സന്തോഷം നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എത്രമാത്രം ത്യാഗമനുഷ്ഠിച്ച് ക്രിസ്മസ് ആഘോഷിച്ചോ അതാണ് പിന്നീട് വലിയ സന്തോഷമായി നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ക്രിസ്മസ് എന്നും സന്തോഷത്തിന്റെ നിമിഷമായി മാറണം. അത് സാധ്യമായി തീരുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ്. പുൽക്കൂട് മനോഹരമായി നിർമ്മിക്കുമ്പോൾ, നക്ഷത്രങ്ങളൊക്കെ തൂക്കുമ്പോൾ, പല രാത്രികളിൽ ഉറക്കളച്ച് ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് അധ്വാനിക്കുമ്പോൾ അതാണ് സന്തോഷം നൽകുന്നത്. ആ സമയം നമ്മൾ മടുത്തു എന്നൊക്കെ പറയും. പുൽക്കൂട് കെട്ടി മടുത്തു, അതല്ലെങ്കിൽ കരോള് നടത്തി ഇടവാംഗങ്ങൾ ഒത്തൊരുമിച്ച് എസ്എംഐയും അംഗങ്ങളോടൊപ്പം കുട്ടികളും ഒക്കെ പോകുമ്പോൾ വീടുകളിലൂടെ കയറി ഇറങ്ങി നടന്ന് ഈ ആഘോഷത്തിലൊക്കെ പങ്കെടുത്തു കഴിയുമ്പോൾ കാലിന് വേദന വരും, നടന്ന് മടുക്കും, ഉറക്കളക്കേണ്ടതായിട്ട് വരും. എങ്കിലും പിന്നീട് അതേക്കുറിച്ച് ഓർക്കുമ്പോൾ നല്ല അനുഭവമായി വലിയ സന്തോഷമുണ്ടാകും. കാരണം നമ്മൾ അധ്വാനിച്ചു എന്നതിനെ ആശ്രയിച്ച, ഒരു അധ്വാനവുമില്ലാതെ, ഒരു കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറല്ലാതെ, ഒട്ടും വേദന അനുഭവിക്കാൻ തയ്യാറായി ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കുവാനായിട്ട് പറ്റുകയില്ല. ഒന്നൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം അനുഭവിച്ച നിമിഷം ഏതാണ് എന്ന്. കൂടുതൽ ത്യാഗത്തോടുകൂടി കഠിനാധ്വാനം ചെയ്ത നിമിഷങ്ങളാണ് പിന്നീട് അത് സന്തോഷമായി മാറുക. ചിലപ്പോൾ അമ്മമാര് പറയാറുണ്ട്, ഓ ഞാൻ നിന്നെ എത്ര വേദനയോടുകൂടി നൊന്ത് പെറ്റതാ, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവർ ഓർക്കുകയും പറയുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ വേദന അനുഭവിച്ചതും ത്യാഗം അനുഭവിച്ചതുമായ കാര്യങ്ങളാണ്. എന്നും മനസ്സിൽ നല്ല ഓർമ്മയായി നിലനിൽക്കുന്നത് ഈ വേദനയുടെയും ത്യാഗത്തിൻ്റെതുമായ നിമിഷങ്ങളാണ്. അപ്പം ക്രിസ്മസിന് നമ്മൾ എത്രമാത്രം അധ്വാനിച്ചു എന്നതിനെ ആശ്രയിച്ചാണ് നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ തരിക. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കും. വീടുകളിൽ പുൽക്കൂട് കെട്ടണം, നക്ഷത്രങ്ങൾ തൂക്കണം, നന്നായിട്ട് അലങ്കരിക്കണം. അപ്പോഴാ സന്തോഷിക്കുവാനായിട്ട് പറ്റുക. പണ്ടൊക്കെ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു പണി തന്നെയായിരുന്നു. ഈറ്റയൊക്കെ വെട്ടി നക്ഷത്രം
ഉണ്ടാക്കുക, പേപ്പറൊക്കെ മേടിച്ച് വർണ്ണക്കള്ളാസുകളൊക്കെ വെട്ടി ഒരുക്കി പശവെച്ച് ഒട്ടിക്കുകയാണ്. അങ്ങനെ വളരെ അധ്വാനിച്ചിട്ടാണ് ഈ നക്ഷത്രം കെട്ടിത്തൂക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ ഇന്ന് കാലം മാറി. എപ്പോഴും റെഡിമെയ്ഡ് പോയി പെട്ടെന്ന് മേടിച്ച് കൊണ്ടുപോയി കെട്ടിത്തൂക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ത്യാഗപ്രവൃത്തിയില്ല, ഒരു അധ്വാനമില്ല. അതുകൊണ്ട് അതൊരിക്കലും ഓർമ്മയായിട്ട് പിന്നീട് നിലനിൽക്കുകയില്ല. നമ്മൾ എവിടെയൊക്കെ അധ്വാനിച്ചോ, ഇപ്പം പള്ളിയിൽ പുൽക്കൂട് കെട്ടുന്നുണ്ട്, അടുത്ത ദിവസം തൊട്ട് തുടങ്ങുകയേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങളൊക്കെ പുൽക്കൂട് കെട്ടുവാനായിട്ട് വരികയും കൂടുകയും നിങ്ങളുടെ അധ്വാനവുമൊക്കെ ഇതിൻ്റെ അകത്ത് ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്മസ് ആഘോഷം വലിയ സന്തോഷത്തിന്റെ ആഘോഷമായി മാറും. അതല്ലെങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷം കൊണ്ട് വലിയ സന്തോഷമൊന്നും നമുക്കുണ്ടാവുകയില്ല. ഇന്ന് ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുവാനായിട്ട് നിങ്ങൾ ഒന്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ പലരും പ്രാക്ടീസ് ചെയ്തു. ഈ ത്യാഗമനുഷ്ഠിച്ച് പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളാണ് മനസ്സിന് സന്തോഷം നൽകുക. വലുതായി കഴിയുമ്പോൾ മനസ്സിന്റെ ഓർമ്മയിൽ നിലനിൽക്കുക പണ്ട് അധ്വാനിച്ച കാര്യങ്ങളും കഷ്ടപ്പെട്ടതിൻ്റെതുമായ കണക്കുകളാണ്. അതാ സന്തോഷം തരുന്നത്. അല്ലാതെ നല്ല സ്വാദിഷ്ടമായി കേക്ക് കഴിച്ചതോ വയറു നിറയെ കടിച്ചിട്ട് കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങിയതൊന്നും പിന്നീട് ഓർക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുകയില്ല. ഈ ക്രിസ്മസ് സന്തോഷത്തിന്റെ നാളുകളായി മാറട്ടെ. പരസ്പരം സഹായിച്ചുകൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് വളരുവാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുക. ഇന്ന് അധ്യാപകര് ഇവിടെ മനോഹരമായ ഒരു ക്രിസ്മസ് ഗാനം ആലപിക്കുകയുണ്ടായി. ഇന്നലെയൊക്കെ വളരെ സമയം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവർ ഈ പരിപാടി അവതരിപ്പിച്ചത്. പല പരിപാടികളും മാറ്റിവെച്ചിട്ട് ഇവിടെ വന്ന് അവതരിപ്പിക്കുകയുണ്ടായി. അത് എന്നും സന്തോഷമായി ഓർമ്മയായി നിലനിൽക്കും. കാരണം അതിൻ്റെ അകത്തൊരു അധ്വാനമുള്ളത് കൊണ്ട്. അങ്ങനെ അധ്വാനിക്കുന്നതും ത്യാഗം വരുത്തുന്നതും എല്ലാം സന്തോഷമായി മാറും. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അധ്വാനത്തിന്റെ ഫലം സന്തോഷമായി മാറട്ടെ. എന്നും ക്രിസ്മസ് നല്ല ഒരു അനുഭവമായി തീരുവാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ക്രിസ്മസ് അധ്വാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാലഘട്ടങ്ങളാണെന്ന് നമ്മളോട് വളരെ മനോഹരമായ ഒരു പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ച അച്ഛന് ഒത്തിരി നന്ദി. അടുത്തതായി മനോഹരമായ ഒരു ഗാനമാണ്. ഗാനം ആലപിക്കുന്നതിനായി അജോയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചെക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്ത് ചെയ്ത് നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്ത് നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ
ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഉൾത്തടത്തിൽ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേക്കുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൽ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേക്കുവാനോർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണെന്നേകാശ്രയം. ദൈവമാണെന്നേകാശ്രയം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. താങ്ക് യു അജു. അടുത്തതായി ക്രിസ്മസിന്റെ ചൈതന്യം നമ്മോട് വിളിച്ചോതുന്ന ഒരു പ്രസംഗമാണ്. അതിനായി ലിഡിയ മനോജിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ച, ഹെഡ് മിസ്റ്റേഴ്സ് ലിൻസി ടീച്ചർ, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാനാണല്ലോ നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ദൈവം നമ്മോടൊപ്പം എന്ന അനുഭവമാണ് ക്രിസ്മസ്. ആഗമനകാലത്തിൽ അവിടുത്തെ വരവിൻ്റെ തയ്യാറെടുപ്പുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം നമ്മോടൊപ്പം എന്ന അനുഭവത്തിനായി നാം കാത്തിരിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്നു. ക്രിസ്മസ് നമുക്കിന്ന് നൽകുന്നത് ഇതേ ചിന്തയും അനുഭവമാണ്. ഈ അനുഭവം ചിന്തയിലും ബോധ്യങ്ങളിലും മനോഭാവങ്ങളിലും മാറ്റങ്ങൾ വരുത്തി നമ്മെ ഒരു പുതു സൃഷ്ടിയാക്കി തീർക്കണം. ക്രിസ്മസ് രാവിലെ ഈ അനുഭവം സ്വീകരിച്ച ആട്ടിടിയന്മാർ പ്രത്യാശയും ആനന്ദവും നിറഞ്ഞ ഹൃദയത്തോടെയാണ് തിരിച്ചുപോയത്. ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ആന്തരിക പരിവർത്തനത്തോട് തുറവിയുള്ള ഏതൊരാൾക്കും യേശുവിനെ ഹൃദയത്തെ സ്വീകരിച്ച് ജീവിത നവീകരണം നടത്താവുന്നതാണ്. ഇങ്ങനെ സംഭവിക്കാത്ത പക്ഷം ക്രിസ്മസിന് അർത്ഥവും പ്രസക്തിയും നഷ്ടപ്പെടുന്നു. തൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ജീവിതകാലം മുഴുവനും ചുറ്റുമുള്ള എല്ലാവരിലേക്കും ഈ അനുഭവം എത്തിക്കുവാനാണ് ക്രിസ്തു ശ്രദ്ധിച്ചത്. അതായിരുന്നു ക്രിസ്തു വരിച്ച സുവിശേഷം. അതായിരുന്നു തൻ്റെ സന്ദേശങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും അവിടുന്ന് സ്ഥാപിച്ച സ്വർഗരാജ്യം. അന്ധനായി തീർന്ന മനുഷ്യന്റെ കാഴ്ച ലഭിച്ചപ്പോൾ അയാൾ ദൈവം നമ്മോട് കൂടി എന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നു. തൻ്റെ ഏകമകനെ ക്രിസ്തു ഉയർപ്പിച്ചപ്പോഴാണ് നായ്മരെ വിധവ ദൈവം നമ്മോട് കൂടി എന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നത്. 12 വർഷമായി രക്തസ്രാവം പിടിപെട്ട സ്ത്രീയും തൻ്റെ വിശ്വാസത്താലും യേശുവിൻ്റെ വസ്ത്രത്തിന് വിടമുള്ള സ്പർശനത്താലും ഈ ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നു. ഈ അനുഭവം സ്വന്തമാക്കുവാൻ കർത്താവിനെ തള്ളിപ്പറങ്ങിയ വിശുദ്ധ പത്രോസിന് അവിടുത്തെ ഒരു നോട്ടം മതിയായിരുന്നു. സാവുഡിനെ വിശുദ്ധ പൗലോസ് എന്ന തീഷ്ണമതിയായി പ്രേസനാക്കി തീർത്തതും ഒരു ശക്തമായ ദൈവസാന്നിധ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായതിനാലാണ്. നൂറ്റാണ്ടുകളിലൂടെ സഭയിലെ ആയിരക്കണക്കിന് മനുഷ്യർ ഈ ദൈവാനുഭവത്തിലൂടെ കടന്നുപോയി. ഓരോരുത്തർക്കും തങ്ങളുടെ ജീവിതത്തിലെ യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ധാരാളം പറയുവാനുണ്ടാവും. അനുദിനം ദൈവം നമ്മോട് കൂടി എന്ന അനുഭവത്തിലായിരിക്കുവാനും മറ്റുള്ളവർക്ക് നമ്മിലൂടെ ഈ അനുഭവം പകർന്നു നൽകുവാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും. ഈ അനുഭവം ഉണ്ടായില്ലെങ്കിൽ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനില്ലാത്ത ഒരു പൊതു ആഘോഷം മാത്രമായി തീരുമായിരുന്നു. സഭ പ്രേക്ഷിതത്വത്തിലും നവസുവിശേഷവൽക്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് സവിശേഷ ശ്രദ്ധയും പ്രാധാന്യവും അർഹിക്കുന്നു. കാലത്തൊത്തി ശിശുവായി പിറന്ന യേശുവിനെ സ്വീകരിക്കുവാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം.
യേശു നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും സഹോദരത്തിൻ്റെയും പാഠങ്ങൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എത്ര വലുതാണെന്ന് ഒരു പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ച ലിഡിയയ്ക്ക് ഒത്തിരി നന്ദി. അടുത്തതായി ക്രിസ്മസ് രാവിന്റെ വരവണിയിച്ചുകൊണ്ടുള്ള ഒരു നൃത്തമാണ്. അതിനായി നിയ അസലിനെ ക്ഷണിക്കുന്നു. ഒരു മനോഹരമായ നൃത്തം നമുക്ക് കാഴ്ചവെച്ച നീയ്ക്ക് ഒത്തിരി നന്ദി. അടുത്തതായി ഒരു മോണോ ആക്ട് ആണ്. അതിനായി നവീൻ പി സന്തോഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രത്നമലയിലേക്ക് നമ്മൾ പോവുകയാണ്. രത്നമലയിൽ നമ്മൾ എന്തിനായിരുന്നു പോകുന്നത്? നമ്മൾ രത്നമലയിൽ അഞ്ജലി എടുക്കാൻ പോവുകയാണ്. അല്ല, ഈ മരതക രത്നങ്ങൾ നിന്നോട് ആരാ പറഞ്ഞ അവിടെ ഉണ്ടെന്ന്? അത് എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ്. ഓ, ആ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കണ്ണടയിട്ട് നടക്കുകയും ചെയ്യും. ചെറിയ കണ്ടിട്ട് വല്ല മരതക നാണയാന്ന് പറഞ്ഞതായിരിക്കും പുള്ളി. എന്നാലും നമുക്ക് നേരെ പോകാം. കൂട്ടുകാരെ, നിങ്ങളെന്നെ സഹായിക്കോ? അവരൊന്നും സഹായിക്കൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തന്നെ പോകാം. എന്റെ ഫ്ലോർ ഇത് എത്ര നേരമായിക്കോ, കുറെ നേരമായിക്കോ കഴിഞ്ഞിട്ട്. എനിക്ക് 7 മണിയാകുമ്പോ സീരിയല് കാണാനുള്ളതാ, മഞ്ഞൾ പിഞ്ഞ പൂവ്. അതടോ, അത് എന്റെ വഴി തെറ്റിപ്പോയോ എന്നൊരു സംശയം. ഞാൻ മാപ്പിനെ വിളിക്കാവേ. ഞാനാണ് മാ. താൻ മാപ്പൊന്നും പറയണ്ട. താൻ എന്നാ തെറ്റ് എന്നോട് ചെയ്ത്? അല്ലല്ല, ഞാൻ മറ്റേ വഴി കാണിക്കുന്ന മാപ്പ്.
ആ വഴി കാണിക്കുന്നു അപ്പം. അപ്പം ഞങ്ങൾക്ക് തിരിച്ച് വയറ്റിലേക്ക് പോകാനായിട്ടുള്ള ഒരു വഴി എന്ന് പറയൂ. ഞാൻ പറയാലോ. കിഡ്നി, കുടല്, വയറ്. എൻ്റെ കൂടെ ചേർന്ന് പറയൂ. കിഡ്നി, കുടല്, വയറ്. ഇടം അങ്ങോട്ടല്ല പോകണ്ടേ, എനിക്ക് തിരിച്ച് എറണാകുളം വയറ്റിലേക്കാണ്. അയ്യോ, അങ്ങോട്ടാണെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. എന്നാ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്ന? നീ തിരിച്ചു പോ. നമ്മളിനി എന്ത് ചെയ്യും? ഞാൻ അപ്പോഴേ പറഞ്ഞതാ വീട്ടിൽ പോയി സീരിയൽ കാണാൻ. ഒരു കാര്യം ചെയ്യും, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതാ നോക്കൂ, രാജൻ ചേട്ടൻ. ആ രാജൻ ചേട്ടാ, ഞങ്ങളെ ഒന്ന് സഹായിക്കുവോ? ആ എന്താ മക്കളെ, നിങ്ങൾ എന്നെങ്ങോട്ടാ പോവായിരുന്നത്? ആ രാജൻ ചേട്ടാ, ഞങ്ങള് ഈ മരതക നാണയം പറയാനായിട്ട് രത്നമലയിലേക്ക് പോവുകയായിരുന്നു. ഞങ്ങളെ അങ്ങോട്ട് രാജൻ ചേട്ടൻ കൊണ്ടുപോകാൻ സഹായിക്കുമോ? ആ മക്കളെ, തീർച്ചയായും നിങ്ങൾ എൻ്റെ വണ്ടിയിൽ കയറിക്കോ, ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ ശരി, നന്ദിയുണ്ട് രാജൻ ചേട്ടാ. വേഗം കയറി പാടി അങ്ങോട്ട്. ഒന്ന് മിണ്ടാതിരിക്കടി അങ്ങോട്ട്. വണ്ടിയിലൊന്ന് സ്വസ്ഥത തരുമില്ല. കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ രത്നമലയിൽ കയറും. അവിടെ ആ മരതക നാണയം എടുത്തിട്ട് വേഗം സ്ഥലം വിടാനുള്ളതാട്ടാ. ആ അങ്ങനെ സ്ഥലം എത്തി. താങ്ക് യു രാജൻ ചേട്ടാ. ആ ഓക്കെ മക്കളെ, നിങ്ങൾ പോയി മരതക നാണയങ്ങൾ എടുത്തിട്ട് വന്നേക്കും. ഓക്കെ ശരി. ആ അതാ വേഗം പാടി അങ്ങോട്ട് കയറി വന്നേ, നമുക്ക് കയറി പോകാനുള്ളതാ അങ്ങോട്ട്. അപ്പോഴാണ് വാ വേഗം വന്നേ. നമ്മളാണെങ്കിൽ മരതക നാണയത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിന്റെ പെട്ടി തുറന്നു നോക്കാം. ഇതിനകത്ത് കല്ലുകൾ മാത്രമേ ഉള്ളല്ലോ. അതിനകത്തൊരു പേപ്പർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതിനകത്ത് എടുത്തോണ്ട് പോയി. അയ്യോ, നാണയങ്ങൾ മൊത്തം എടുത്തോണ്ട് പോയല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ മരതക നാണയം ഒന്നും എടുക്കാൻ പോകണ്ടെന്ന്. മൊത്തം അതിനകത്ത് എന്താ നെല്ലിക്ക് ഉപ്പിലിട്ട് വെച്ച പോലെ ഉണ്ട്. അയ്യോ, നമ്മളെ വിട്ടുപോയി. തിരിച്ചു പോകാനുള്ള വഴി അറിയില്ല. ഒരു കാര്യം ചെയ്യ, നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോകാം. ആ അതിനു മുമ്പില്ലേ നമ്മുടെ ഫ്രണ്ട്സിനോടൊന്ന് ക്രിസ്മസ് പറഞ്ഞേക്കാം. ഇന്ന് ക്രിസ്മസ് അല്ലായിരുന്നു, വെറുതെ കാട്ടിലൊക്കെ പോയി ഇരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ക്രിസ്മസ് സ്റ്റാറൊക്കെ ഇട്ട് നടക്കേണ്ട ആവശ്യത്തിന് നീ ഇവിടെ പോയി കാട്ടിൽ മരതക നാണയം തപ്പാൻ വന്നേക്കുന്നത്. അപ്പൊ ഗൈസ്, നമ്മളിന്ന് തിരിച്ച് വീട്ടിലെത്തുമോ എന്നറിയില്ല. എന്നാലും ഹാപ്പി ക്രിസ്മസ്. ആഘോഷങ്ങളിൽ നമ്മെ ഒത്തിരി തിരിക്കാൻ സഹായിച്ച നവീന് ഒരുപാട് നന്ദി. അടുത്തതായി നമ്മുടെ കുഞ്ഞുമിടുക്കി കാതറിന്റെ ഒരു ഡാൻസ് ആണ്. Venite insieme a trovarlo e con la stella dei manci davanti a noi ആനന്ദം മഞ്ഞായി പെയ്യും നേരം വന്നേ ഹാപ്പി ക്രിസ്മസ് ആഘോഷം താളം തുള്ളും കാലം വന്നേ മെറി ക്രിസ്മസ് ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും വെളിയാകെ പുതുവർണ്ണം ഇനി ആടാൻ പാടാൻ സന്തോഷത്തിൻ നീളം എന്നാണ് മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ ഇനി മണ്ണും മിന്നും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും വെളിയാകെ പുതുവർണ്ണം ഇനി ആടാൻ പാടാൻ സന്തോഷത്തിൻ നീളം എന്നാണ് മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ ഇനി മണ്ണും മിന്നും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ
Christmas, Christmas, Merry Christmas. പൊന്നത്താലേ means Merry Christmas. സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമായി പൊന്നത്താലേ വീണ്ടും വന്നിടുന്നു. ഗൗരിയ ഗീതകം പാടി സ്തുതിച്ചിടാം, വാനവരോടൊപ്പം നൃത്തം ചെയ്യാം. രക്ഷകൻ ഈശനെ കണ്ടു വണങ്ങിടാം, എങ്ങും ആഘോഷമായി. വിസിലകളിൽ ക്രിസ്മസ് മൊഴികളിൽ ക്രിസ്മസ് ഹൃദയത്തിൽ ആനന്ദം കൊണ്ടെത്താനേ. വിസിലകളിൽ ക്രിസ്മസ് മൊഴികളിൽ ക്രിസ്മസ് ഹൃദയത്തിൽ ആനന്ദം കൊണ്ടെത്താനേ. ക്രിസ്മസ് ക്രിസ്മസ് മെറി ക്രിസ്മസ്. പൊന്നത്താലേ മീൻസ് മെറി ക്രിസ്മസ്. സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമായി പൊന്നത്താലേ വീണ്ടും വന്നിടുന്നു. ക്രിസ്മസ് മൊഴികളിൽ ക്രിസ്മസ് ഹൃദയത്തിൽ ആനന്ദം കൊണ്ടെത്താനേ. വിസിലകളിൽ 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 ക്രിസ്മസ് മൊഴികളിൽ ക്രിസ്മസ് ഹൃദയത്തിൽ ആനന്ദം കൊണ്ടെത്താനേ. മനോഹരമായൊരു ഡാൻസ് അവതരിപ്പിച്ച കാതറിന് ഒരുപാട് നന്ദി. ഇനി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് മനോഹരമായ ഒരു ക്രിസ്മസ് സന്ദേശം നമുക്ക് നൽകുന്ന ഒരു സ്കിറ്റാണ്. അതിനായി 4ാം ഗ്രൂപ്പിലെ സ്കിറ്റിൽ അഭിനയിക്കുന്ന എല്ലാ കുട്ടികളെയും ക്ഷണിക്കുന്നു. പരീക്ഷ എന്തൊരു പാടായിരുന്നു. ഞാൻ തോറ്റുപോകും. കണക്ക് സാർ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാനൊന്നും തോക്കില്ല, പക്ഷെ വലിയ മാർക്കൊന്നും കിട്ടത്തില്ലായിരിക്കും. ഈ നശിച്ച പഠനം എപ്പോഴാ തീരുന്നത്? ഞാൻ പഠിച്ച് മടുത്തു. ഈ സ്കൂൾ പരീക്ഷയ്ക്ക് ഏതാനാണോ കണ്ടുപിടിച്ചത്? ഓ, ഈ പഠിത്തങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നേനെ. പഠിച്ചില്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ അടിമ പണി ചെയ്യേണ്ടി വരുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഓ, നിന്റെ ഒരു അമ്മ ഒരു പഠിപ്പി വന്നിരിക്കുന്നു. നന്നായി പഠിച്ച് പരീക്ഷയൊക്കെ പാസ്സായാലേ ജോലി കിട്ടത്തുള്ളൂ. ജോലിയൊക്കെ ആർക്ക് വേണം? നമുക്കിങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് കറങ്ങി നടന്നാൽ മതി. പിന്നെ കുറച്ച് കളിച്ച് നടക്കണം. എടാ മരമണ്ട, ജോലി ഇല്ലെങ്കിൽ എവിടെ നിന്ന് കറങ്ങാനുള്ള പൈസ കിട്ടും? ഒന്ന് പോടാ, നീയാണ് മരമണ്ടൻ. എൻ്റെ വീട്ടിൽ കുറേ പൈസയൊക്കെ ഉണ്ട്, എനിക്ക് കുഴപ്പമില്ല. നിന്നെയും കൂടി ഞാൻ കൊണ്ടുപോകാം. ആ പൈസ തീരുമ്പോൾ നീ എന്ത് ചെയ്യും? സ്കൂൾ ഉള്ളതുകൊണ്ടല്ലേ ഇവിടെ വരാൻ പറ്റിയത്, അല്ലേ നിന്നെ കാണാൻ പറ്റുമായിരുന്നോ? ശരിയാ, അല്ലെങ്കിൽ വല്യപ്പൻ്റെ വഴക്ക് കേട്ടിരിക്കേണ്ടി വന്നേനെ. എനിക്ക് സ്കൂളിൽ പോകുന്ന ഇഷ്ടം. വീട്ടിലിരുന്ന അമ്മ പറയും പഠിക്ക്, പിന്നെ ജോലിയും ചെയ്യേണ്ടി വരും. നീയല്ലേ പറഞ്ഞത് സ്കൂൾ കണ്ടുപിടിച്ച് എന്നെ മുതുകത്ത് ചവിട്ടണം എന്ന്? ശരിയാ, ഇപ്പോൾ ചിന്തിക്കുമ്പോൾ സ്കൂൾ തന്നെയാണ് നല്ലത്. ക്രിസ്മസും ന്യൂ ഇയർ വരുമല്ലേ, അടിച്ചു പൊളിക്കണ്ടേ? വേണം. ക്രിസ്മസ് അപ്പൂപ്പൻ വരുമല്ലോ. മിഠായി കിട്ടും, സമ്മാനവും കിട്ടും. ക്രിസ്മസ് അപ്പൂപ്പന്റെ കൂടെ കുറച്ചു പേർ കൊട്ടിപ്പാടി വരും, നല്ല രസമാ. രാത്രി ഉറങ്ങാതെ കാത്തിരിക്കണം. ഈശോയുടെ ജനനമാണ് ക്രിസ്മസ്. ദൈവത്തിൻ പുത്രൻ വന്നു പിറന്നു, ഭൂമിതൻ മടിയിൽ കാലിത്തൊഴുത്തിൽ. മാലാഖമാരൊപ്പം പാടിടാം, കിന്നരവീണകൾ മീട്ടിടാം. അത്യുന്നതൻ
വന്നു പിറന്നല്ലോ ഭൂമിതൻ പുൽക്കൂട്ടിലായി. മാലാഖമാരൊപ്പം പാടിടാം, കിന്നര വീണകൾ മീട്ടിടാം. അത്യുന്നതൻ വന്നു പിറന്നല്ലോ ഭൂമിതൻ പുൽക്കൂട്ടിലായി. രാജാക്കന്മാരവർ വന്നണഞ്ഞു, ഉണ്ണിയെ ഒരു നോക്ക് കാണാൻ. രാജാക്കന്മാരവർ വന്നണഞ്ഞു, ഉണ്ണിയെ ഒരു നോക്ക് കാണാൻ. മാലാഖമാരൊപ്പം പാടിടാം, കിന്നര വീണകൾ മീട്ടിടാം. അത്യുന്നതൻ വന്നു പിറന്നല്ലോ ഭൂമിതൻ പുൽക്കൂട്ടിലായി. മാലാഖമാരൊപ്പം പാടിടാം, കിന്നര വീണകൾ മീട്ടിടാം. അത്യുന്നതൻ വന്നു പിറന്നല്ലോ ഭൂമിതൻ പുൽക്കൂട്ടിലായി. അത്യുന്നതൻ വന്നു പിറന്നല്ലോ ഭൂമിതൻ പുൽക്കൂട്ടിലായി. അത്യുന്നതൻ വന്നു പിറന്നല്ലോ ഭൂമിതൻ പുൽക്കൂട്ടിലായി. അമ്മേ, ഞാൻ വീട്ടിലെത്തി. ഇനി പുൽക്കൂട് അലങ്കരിക്കട്ടെ. നീ ആദ്യം പോയി ഉടുപ്പ് മാറിയിട്ട് വാ. ഞാൻ അപ്പോഴേക്കും ചായ എടുത്ത് വെച്ചേക്കാം. എന്നിട്ട് നീ പുൽക്കൂട് കെട്ടുവോ അലങ്കരിക്കോ എന്നാ വേണേലും ചെയ്യും. അമ്മ, എന്നാ ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. എന്നാടാ ചായ കുടിക്കുക? നീ ഒറ്റയ്ക്കിരുന്ന് പുൽക്കൂട് കെട്ടുവാണോ? ഞാനും കൂടെ വരാം. എന്നാ ചേച്ചി പോയി കുറച്ച് ഉണ്ണീശോ പുല്ല് പറിച്ചോണ്ട് വാ. ശാന്തരാത്രി ശുഭരാത്രി, പുൽക്കൊടിലിൽ പിറന്നൊരു രാത്രി. ഇതെന്താണ് കാണിക്കുന്നത്? പുൽക്കൂടോ? വഴിയുടെ നടുക്കൊണ്ടാണോ നീ പുൽക്കൂട് കിട്ടുന്നത്? അയ്യോ അച്ഛ, എന്റെ പുൽക്കൂടൊന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. അവന്റെ ഒരു പുൽക്കൂട് ഇവിടെയൊക്കെ കെട്ടിവെച്ചേക്കുന്നത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നിങ്ങൾ എന്താ മനുഷ്യയെ കാണിക്കുന്നേ? പുൽക്കൂട് കെട്ടത്തുമില്ല, കെട്ടുന്നവരൊട്ട് കെട്ടാൻ സമ്മതിക്കത്തുമില്ല. നീ മിണ്ടാതിനോടി, നീയൊക്കെ അയ്യോ ഇവിടെ വളം വെച്ചു കൊടുക്കുന്നത്. അമ്മേ അമ്മേ, അച്ഛൻ എന്റെ പുൽക്കൂട് കളഞ്ഞു. സാരമില്ല മോനെ, അച്ഛന്റെ സ്വഭാവം മോൻ അറിയാവുന്നതല്ലേ. കള്ളു കുടിച്ച അച്ഛന് ഭ്രാന്ത. എന്തൊരു ക്ഷീണമാ. ഇന്ന് ചായയൊന്നും ഇല്ലേ? എന്നാ ചായ, നിങ്ങളുടെ ക്ഷീണമൊക്കെ മാറട്ടെ. എടി, അവൻ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി തീർത്തോ? അവൻ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയതാ, നിങ്ങൾ തന്നെയല്ലേ വലിച്ചൊറച്ച് കളഞ്ഞത്.
നിങ്ങളുടെ ഒടുക്കത്തെ കള്ളോടിയാ ഈ പ്രശ്നത്തിനെല്ലാം കാരണം. എന്താ ഞാൻ അവൻ്റെ പുൽക്കൂട് നശിപ്പിച്ചെന്നോ? നീ ചുമ്മാ അനാവശ്യം പറയാ. ഇന്നലെ അവൻ കഞ്ഞി പോലും കുടിക്കാതെ കിടന്നത്. ഞാൻ അടുത്ത് വരുമ്പോൾ എല്ലാം അവൻ കരച്ചിലായിരുന്നു. അവൻ്റെ കൂട്ടുകാരന്മാർ ഇന്ന് പുൽക്കൂട് കാണാൻ വരും. അവരോട് ഇനി എന്ത് പറയും? അയ്യോ, അവൻ്റെ പുൽക്കൂട് ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. അയ്യോ, ഞാനൊന്നും ഓർക്കുന്നില്ല. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണല്ലേ. ഇനി എന്ത് ചെയ്യും? ഞാൻ ഇനി ഒരു പുൽക്കൂട് ഉണ്ടാക്കി കൊടുക്കാം. ആശറേ, നിന്റെ പുൽക്കൂട് എന്തിയേ? ഞങ്ങളെല്ലാം ഇങ്ങനെ പുൽക്കൂട് കാണാൻ വന്നതാടാ. എടാ, അത് പിന്നെ അതെൻ്റെ അച്ഛൻ നശിപ്പിച്ചു കളഞ്ഞു. സാരമില്ലടാ, നമുക്കിപ്പോൾ ഒരു പുൽക്കൂട് ഉണ്ടാക്കാം. ദേ, നല്ലൊരു പുൽക്കൂട്. നല്ല ഒന്നാമത് പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം നീ നുണ പറയാനുള്ളേ. ഇതേതാ പുൽക്കൂട്? ഇത് ഞാൻ കെട്ടിയതല്ലല്ലോ. മോനെ, അത് ഞാനാ ഉണ്ടാക്കിയത്. ഈ പുൽക്കൂട് മോന് ഇഷ്ടമായോ? അച്ഛൻ ഇന്നലെ മോനെ ഒത്തിരി കരയിപ്പിച്ചല്ലേ. മോനെ, ഞാൻ കള്ള് കുടിച്ചിട്ട് ബോധമില്ലാതെ ചെയ്തത്. കള്ള് കുടിക്കാതിരുന്ന അച്ഛൻ നല്ലതാ. പക്ഷെ കള്ള് കുടിച്ചിട്ട് വരുവാണെങ്കിൽ എനിക്ക് അച്ഛനെ ഇഷ്ടമല്ല. മോനെ, ഞാൻ ഒരിക്കലും കള്ളു കുടിക്കില്ല. ഞാനിനി കള്ളുകൂടി നിർത്തി. അമ്മേ, ദേ അച്ഛൻ കള്ളുകൂടി നിർത്തി. നമ്മുടെ ഹൃദയങ്ങളിലെ യേശുവിന്റെ ജനനമാണ് ഓരോ ക്രിസ്മസ് ദിനങ്ങളും. അത് മദ്യപാനത്തിലും മറ്റ് ആഘോഷ തിമിർപ്പുകളിലും മുങ്ങിപ്പോകേണ്ടതല്ല. മാതാപിതാക്കളും കുട്ടികളും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുന്ന ഭൂമിയിലെ ഒരു തിരുക്കുടുംബത്തെ നമുക്ക് ഈ ക്രിസ്മസ് നാളിൽ ഉണ്ണീശോയ്ക്ക് സമ്മാനമായി നൽകാം. ഒരു താരം അങ്ങുവാനിൽ കേട്ടോ കാതിൽ വിണ്ണിൽ നിന്നും ദൂതർ പാടും നാദം രാവിൽ താരാജാലം ഏറ്റുപാടേ സ്നേഹഗീതം നീലരാവിൽ ഉണ്ണീശു പിറന്നൊരീ ശാന്തരാത്രിയിൽ പാട്ടിൻ നീലം കേട്ടു പാടും പാട്ടിനുള്ള താളം കേട്ടു പാടും പാട്ടിൻ നീളം കേട്ടു പാടും പാട്ടിനുള്ള താളം കേട്ടു പാടാം 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 നമുക്ക് മാതാളം പാടാം 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 നമുക്ക് മാതാളം ദേവസുതനിന്ന് ബേത്ലഹേമിൽ പിറന്നതിൻ സന്ദേശം കേട്ടിൽ ആനന്ദിക്കാം ആടാം പാടാം ആടിപ്പാടി പാടിപ്പോകാം ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിലൊരാരോമരുണ്ണി പിറന്നല്ലോ. ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിലൊരാരോമരുണ്ണി പിറന്നല്ലോ. പുഞ്ചിരി തൂകി മണ്ണിൽ കോറിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചണിഞ്ഞിട്ട് കണ്ണു ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലി കൂട്ടിലൊരുണ്ണി പിറന്നേ മഞ്ഞളിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകരുണ്ണി പിറന്നേ. പിന്നിലോ താരകം കണ്ണിലോ ആരകം നെഞ്ചിലോ ബാൻഡടിയോ ഒരു സൽപുത്രൻ പിറന്നട പണ്ടേ മഹാധ്യായം തുടക്കമായെന്ന് ഇതിൽ കൊണ്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷം പിറന്നറാവാട്ട്. സ്നേഹം വന്നാൽ മധുരത്തേര് വിഞ്ഞായി കൂടും വന്ദിച്ചാല് കോപം വന്നാൽ മകമേലെന്നാൽ വേരാൻ വേണ്ടിയില്ലെന്മാര് ആത്മാതം ആത്മന്മാതം ആത്തുകൊണ്ടിട്ടേ ആഘോഷപ്രഹമ്പരം ആത്മാതം ആത്മന്മാതം ആത്തുകൊണ്ടിട്ടേ ആഘോഷപ്രഹമ്പരം. Merry Christmas, we wish you a Merry Christmas, we wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas, we wish you a Merry Christmas, we wish you a Merry Christmas and a Happy New Year.
तो आई नहीं तो आई तेन देख के होके भर देने खड़ी चौका बिच सफाई नहीं कोटी ते काला दिल कुड़िए कोटी ते काला दिल कुड़िए जो दागे तन दे टुकड़े दे तेन काला चचमा तेन काला चचमा तेन काला चचमा जचदा है कोरे मुखड़े दे तेन काला चचमा जचदा है कोरे मुखड़े दे। सड़कों पे चले जब लड़कों के दिलों में तू आग लगा दे बेबी फायर नकली से न करे तू करे जब देखे हमें झूठी लायर काला काला चश्मा जचता तेरे मुखड़े पे जैसे काला दिल जचता है तेरे चिन पे अपनी अदाओं से ज्यादा नहीं तो 10-12 लड़के तो मार ही देती होगी तू दिन में जैसे 36 फिरते हैं मेरे वर्गी और न होनी वे वर्गी और न होनी वर्गी और न होनी तू मुंडा बिल्कुल देसी है मैं कटदी ना तो सोनी वे मैं बेटप हो गई हूं मुंडिया सुन सुन के तेरे दुखड़े वे मैनू काला चश्मा हो मैनू काला 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 ओ मैनू काला चश्मा जचदा है गोरे मुखड़े ते मैनू काला चश्मा जचदा है गोरे मुखड़े ते जचदा है गोरे मुखड़े ते सड़कों पे चले जब लड़कों के दिलों में तू आग लगा दे बेबी फायर नकली से न करे तो करे जब देखे हमें झूठी लायर मैनू काला चश्मा ओ मैनू काला काला चश्मा ए काला चश्मा ओ काला 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 മനോഹരമായ നൃത്തം നമുക്ക് വേണ്ടി കാഴ്ചവെച്ച നമ്മുടെ കൊച്ചു കൂട്ടുകാരിക്ക് ഒത്തിരി നന്ദി. ഇതോടുകൂടി 4ാം ഗ്രൂപ്പിന്റെ എല്ലാ പരിപാടികളും ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നീ പരിപാടി വിജയകരമാക്കുവാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ പരിപാടിയുടെ വിജയത്തിനായി ത്യാഗമനോഭാവത്തോടെ ഞങ്ങൾക്കൊപ്പം നിന്ന നമ്മുടെ പ്രിയ വികാരിയച്ഛന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി നമുക്ക് ഈ അവസരം ഒരുക്കി തന്ന നമ്മുടെ ഹെഡ് മിസ്ട്രസ് ലിൻസി ടീച്ചർക്കും ഞാൻ നന്ദി പറയുന്നു. 4ാം ഗ്രൂപ്പിന്റെ എല്ലാ പരിപാടികൾക്കുമായി പ്രയത്നിച്ച നമ്മുടെ മരിയ ടീച്ചറിനും ജോജി സാറിനും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ എല്ലാ അധ്യാപകർക്കും പ്രിയ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ പുതുവത്സരാശംസകൾ. അടുത്തതായി ബാക്കിയുള്ള ഗ്രൂപ്പുകൾക്ക് പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരമാണ്. ആദ്യമായി നിത്യ ചേച്ചിയെ ഒരു മനോഹരമായ ഗാനത്തിനായി ക്ഷണിക്കുന്നു. ക്രിസ്മസ് രാവണഞ്ഞ നേരം പുൽക്കോട്ട് പ്രഭാതമായി ദൈവത്തിൻ സുതൻ പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി വാനൽ വരമേപ്പിൻ ശുഭഗീതം ശാന്തിയേകി പാരൽ ഗുരുനാഥൻ മനതാരൻ ജാതനായി വാത്സല്യമൂലം പൊൻപൈതലായോ ആത്മീയ ജീവൻ നൽകുന്നിതാ ക്രിസ്മസ് രാവണഞ്ഞ നേരം പുൽക്കോട്ട് പ്രഭാതമായി ദൈവത്തിൻ സുതൻ പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി ഈ ശാന്തതയിലൊരു നിമിഷമോർക്കുവിൻ ഓർക്കുവിൻ നിൻ സോദരനിലീശനെ കണ്ടുവോ കണ്ടുവോ മനുഷ്യരന്യരായ കനുവാ മനസ്സിലുയരുന്ന മതിലുകൾ ഇനി നീക്കി മണ്ണ് ശാന്തി ക്രിസ്മസ് വന്നിതാ വാനൽ വരമേപ്പിൻ ശുഭഗീതം ശാന്തിയേകി പാരൽ ഗുരുനാഥൻ മന
ലല്ല